ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലതരം പറ്റിപ്പുകൾ കേട്ടിട്ടുണ്ടല്ലേ? പറ്റിപ്പുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഏത് വിധത്തിലും പണം ഉണ്ടാക്കണമെന്നുള്ളൊരു രീതിയിൽ ഒരു പറ്റിപ്പായിട്ടുള്ള പല രീതിയിലുള്ള പറ്റിപ്പും ഉണ്ട്. അതിലൊരു പറ്റിപ്പാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് മലബാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. ഞാനിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഒരു 2 ആഴ്ച കൊണ്ട് ഞാനിപ്പോൾ കണ്ട ഒരു ചാനലാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ഫോട്ടോ ഇട്ടിട്ട് കല്യാണാലോചന ക്ഷണിക്കുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇതാണ് ആ ചാനൽ. കണ്ടോ ആ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മെഹർ ഗ്രൂപ്പ് എന്നാണ് എഴുതിയേക്കുന്ന. 1600 സബ്സ്ക്രൈബർ ഉണ്ട്. 1600 ആണോ 1060 ആണോ എന്നറിയാൻ വയ്യ. എന്തായാലും അത്രയും സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈദരാബാദ് കുട്ടികൾ വരനെ തേടുന്നു, താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് ഫോൺ നമ്പരൊക്കെ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഫോൺ നമ്പരും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാണുന്നുണ്ടോ? കണ്ടോ, അതാണ് ഫോൺ നമ്പർ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്പറിൽ വിളിച്ചിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു റിപ്ലൈ അവർ തരികയോ ആവട്ടെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ കുറച്ച് ഈ കല്യാണം കഴിക്കാതെ നിൽക്കുന്നവരൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ 2000 രൂപ 3000 രൂപ വേണമെന്നും പറഞ്ഞിട്ടാണ് ഇതിനകത്ത് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ആ പൈസ അടച്ചിട്ട് പിന്നെ അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തുമില്ല. അങ്ങനെയുള്ളൊരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോട്ടോകളിൽ ഇട്ടേക്കുന്ന അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മെഹർ ഗ്രൂപ്പ് വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെൺകുട്ടികൾക്കുള്ള ഫോട്ടോകളാണ് കാണുന്നത്. കണ്ട്, അതെല്ലാം പെൺകുട്ടികൾക്ക് വരനെ ആവശ്യമുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഹൈദരാബാദി പെൺകുട്ടികൾക്ക് വരനെ തേടുന്നു, ഹൈദരാബാദ് കുട്ടികൾ വരനെ തേടുന്നു, ഹൈദരാബാദി കുട്ടികൾ വരനെ തേടുന്നു. ഇത് തന്നെയാണ് ഇവരുടെ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നതില്ല. അപ്പം ഞാൻ പറയാൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം ഈ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ആൺപിള്ളേരെ മയക്കിയെടുക്കാൻ, അതായത് അവരുടെ പണം തട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ചതിവാണിത്. ഇതിപ്പോൾ ഇതിൽ ഒരു പെൺകുട്ടി, ഇതിപ്പോൾ ഇന്നലെ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോയിലുള്ള പെൺകുട്ടിയുടെ അതിലൊരു ഫോട്ടോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ മോളാണ്. ഹൈദരാബാദുകാരി ഒരു ചേച്ചിയുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന. ആ ചേച്ചിയുടെ മോള ഫോട്ടോയാണ് ഇട്ടേക്കുന്നത്. അത് കാരണമാണ് ഞങ്ങൾക്ക് ആ ചേച്ചി ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയെങ്കിലും അത് അറിയാവുന്നവരാരെങ്കിലും ചെന്ന് ഇതിനകത്ത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോഴാ ആ പെൺകുട്ടി, അതായത് ഈ ചേച്ചിയുടെ മോള് ഹൈദരാബാദുകാരിയാണ്, എൻ്റെ കൂടെ നിൽക്കുന്ന ആ ചേച്ചിയുടെ മോളുടെ ഫോട്ടോ കുറേ നാൾ മുമ്പ്, അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 2 മക്കളും ഉണ്ട് ആ ചേച്ചിയുടെ മോക്ക് 2 മക്കളും ഉണ്ട്. അപ്പോഴത് മുമ്പെങ്ങാണ്ട് ബ്രോക്കറയിലോ എങ്ങാണ്ട് കൊടുത്ത ഫോട്ടോയാണ് ഇപ്പോഴും അവർ എഡിറ്റ് ചെയ്ത്. അപ്പോൾ ഇതെല്ലാം കാണുന്നവർക്ക് മനസ്സിലാവും ഇതെല്ലാം ഗൂഗിൾ ഫോട്ടോകളാണ് ഈ എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത് മൊത്തവും. അതിൽ 1-2 കമൻറ്റുകൾ ഞാൻ വായിക്കാം. പുതിയ തട്ടിപ്പുമായിട്ട് വന്നേക്കുവാണ് മനുഷ്യനെ പറ്റിക്കാനായിട്ട്. പെൺകുട്ടികളെ വേശ്യാവൃത്തിക്ക് കൊടുക്കല്ലേ, പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങനെ നശിപ്പിക്കല്ലേ. അത് ആ ഫോട്ടോകൾ കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും ഇതിനകത്ത് എഡിറ്റ് ചെയ്തിട്ടേക്കുവാണെന്നുള്ളത്. കണ്ടോ, നല്ല രീതിയിൽ അറിയാൻ പറ്റും ഇത് ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടേക്കാണെന്ന്. കണ്ടോ, ഇവർ പോലും അറിഞ്ഞു കാണത്തില്ല ചിലപ്പോൾ. ഇതെല്ലാം ഗൂഗിൾ ഫോട്ടോകളാണ്, അല്ലെങ്കിൽ ഇത് ഈ പെൺകുട്ടികൾ പോലും അറിഞ്ഞു കാണത്തില്ല ഇങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ ഇതിനകത്ത് ഇട്ടേക്കുന്നതും. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പുതിയ രീതിയിലെ തട്ടിപ്പാണിത്. അതായത് പണം തട്ടുക, അത് രജിസ്ട്രേഷൻ എന്നും പറഞ്ഞ് 2000, പിന്നെ ഫോട്ടോ കാണണമെന്നും പറഞ്ഞ് 2000, അങ്ങനെ പൈസ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ അടവാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ എമൗണ്ടിൽ അവർ എന്നെ ഹൈദരാബാദിൽ നിന്ന് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർ എന്നെ വിളിക്കേണ്ട നമ്പർ 7510440760. ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്ക് വരാൻ താല്പര്യം ഉള്ള കുട്ടികളെയാണ് നമ്മൾ വിവാഹം ഉണ്ടാക്കുന്നത്. നിലവിൽ അവിടെ പാവപ്പെട്ട കുട്ടികൾ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള കല്യാണച്ചെലവ് ഫുള്ള് നമ്മൾ ചെയ്യണം. അത് ഒരു ഏകദേശം 2 ലക്ഷം 3 ലക്ഷം രൂപയാണ് അവർ അവിടെ എമൗണ്ട് പറയുന്നത്. ആ എമൗണ്ടിൽ അവർ ചെയ്യുന്നത് കല്യാണ ഡ്രസ്സ്, അതുപോലെ സ്വർണം, അതേപോലെ വിവാഹ ചെലവ്, ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് നമുക്ക് അവർ നിക്കാഹ് ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ഇതുവരെ നമ്മൾ ഒരു വിശ്വാസവഞ്ചനയൊന്നും നമ്മൾ വിവാഹത്തിൻ്റെ ഇതിൽ നമ്മൾ ചെയ്തിട്ടില്ല.
ഇനി വിശ്വാസം ഇല്ലാത്തവർ എന്നെ നേരിട്ട് വന്ന് കണ്ടതിന് ശേഷം എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വിവാഹം കഴിക്കാൻ തയ്യാറായാൽ മതി. ഡൈവേഴ്സ് ആയവർക്കും ഭാര്യ മരിച്ചവർക്കും എല്ലാം അവിടെ നിന്ന് നമ്മൾ വിവാഹം ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അവരെ ആ പറയുന്ന കേട്ടിട്ട് അവർക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ല. ആ രീതിയിലാണ് ആ വീഡിയോയിൽ സംസാരിക്കുന്നതും. അറച്ചറച്ചാണ് അവർ സംസാരിക്കുന്നത്. ഇതൊരു പുതിയ രീതിയിൽ തട്ടിപ്പാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ മോളെ കല്യാണത്തിന് അവർ മുമ്പ് എങ്ങാണ്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ 10 വർഷമായി കല്യാണം കഴിഞ്ഞ് 2 മക്കളും. അത് ആ ചേച്ചി ആ ഫോട്ടോ തിരിച്ചറിഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞാൻ ഇനിയെങ്കിലും ഇത് കേട്ടിട്ടെങ്കിലും അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും മലയാളികൾക്ക് ഇങ്ങനെ ഒരു കുടുക്കിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുന്നറിയിപ്പായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് ബാഡ് കമൻറ്റ് ഇട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള പറ്റിപ്പുകൾ ചെന്ന് വീഴാം. എനിക്കതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ ഇതിപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. ഈ മലയാളികളെ ഏത് രീതിയിലും പറ്റിക്കാം എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് പുതിയ പറ്റിപ്പായിട്ട് ഇറങ്ങിയേക്കാണ്. ആരും ഇതിനകത്ത് പോയി വീഴാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. തെറി വിളിക്കേണ്ടുള്ളവർക്ക് എന്നെ തെറി വിളിക്കാം, കുഴപ്പമില്ല. എന്തായാലും നന്ദി.